കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ പോയിരുന്നു. പത്തനംതിട്ടയിലെ CPM-ന്റെ നേതൃത്വവും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വവുമെല്ലാം ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം നടത്തിയത്. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു. PP ദിവ്യയോടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത്. പക്ഷേ സാമൂഹ്യ മനസാക്ഷിയെ നടുക്കിയ ഈ ദാരുണ സംഭവം, അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത്. ഇപ്പോൾ ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അവസാനത്തെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നീതിപീഠം തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഈ കേസിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ CBI അന്വേഷണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ നടപടിക്കാണ് അവർ പോയിരിക്കുന്നത്. അവർക്ക് ആ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും കാലം അവരെ വഞ്ചിച്ച സർക്കാരും മുഖ്യമന്ത്രിയും CPM-ഉം എല്ലാം നടത്തിയ കള്ളക്കളികൾ അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവരെ വന്ന് കണ്ടത്. കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ആ കുടുംബത്തോടൊപ്പമുണ്ട്. പക്ഷേ CPM-ഉം പിണറായി വിജയനും വലിയ ചതി, ചരിത്രത്തിൽ ഇന്നവരാരും കാണിക്കാത്ത ചതിയാണ് ആ കുടുംബത്തോട് ചെയ്തത്. അല്ല, ഇത് തീർച്ചയായിട്ടും എല്ലാവരും CBI അന്വേഷിക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ ആരോട് ചോദിച്ചാലും ഈ കേസിൽ CBI അന്വേഷണം വേണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണക്കിലെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. കെ സുരേന്ദ്രൻ ADM നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ചരിത്രത്തിലില്ലാത്ത നമ്മളെ വലിയ വഞ്ചന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ആ കുടുംബത്തോട് കാട്ടിയെന്ന രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം ഏതോ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് മാധ്യമപ്രവർത്തകരെ വിരട്ടുന്ന രീതിയിലുള്ള കെ സുരേന്ദ്രൻ്റെ മറുപടി എന്താണ് എന്നത് മനസ്സിലാവുന്നില്ല. അവിടുത്തെ പാലക്കാട്ടെ പരാജയവും കൗൺസിലർമാരുടെ അതൃപ്തിയും വിയോജിപ്പടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. അതിൽ വളരെ രൂക്ഷമായാണ് മാധ്യമപ്രവർത്തകരെ ഒരുത്തനെ വെറുതെ വിടില്ല എന്നൊക്കെയുള്ള അങ്ങേറ്റത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് BJP സംസ്ഥാന അധ്യക്ഷനും അടക്കം. എന്താണ് കാര്യമെന്ന് അറിയില്ല. എന്തായാലും ADM നവീൻ ബാബുവിൻ്റെ ആ വീട്ടിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി എത്തുമ്പോൾ ഉറപ്പായും അതിനൊരു രാഷ്ട്രീയമാനം കൈവരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ കേസിനൊരു രാഷ്ട്രീയമുണ്ട്. അതിന് കാരണം ആ കുടുംബം പരമ്പരാഗതമായി CPM-ൻ്റെ കുടുംബം, CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ഇക്കാലം വരെയും സംസ്ഥാനത്തെയും സംസ്ഥാന പോലീസിനെയും സംസ്ഥാന പ്രോസിക്യൂഷനെയും ഒക്കെ വലിയ വിശ്വാസമായിരുന്നു എന്ന് പലയാവർത്തി അവർ പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളിലേക്ക് കുടുംബത്തെ ക്ഷണിക്കുമ്പോഴൊന്നും അവർ വരാൻ തയ്യാറായിരുന്നില്ല, തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. അതിന് കാരണം പോലീസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ള അവരുടെ കൃത്യമായ സമീപനമാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ വേണമെങ്കിലും അവർക്കത് സമർപ്പിക്കാമായിരുന്നു. പക്ഷേ അത് സമർപ്പിച്ചില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോടതിയിലേക്ക് ആ ഹർജി എത്തുന്നത്. പക്ഷേ ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കരുതെന്നൊരു ആവശ്യം ആ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചാലും CBI അന്വേഷണം വേണമെങ്കിൽ ആവാമല്ലോ എന്ന മറുചോദ്യം ചോദിക്കുകയായിരുന്നു കോടതി.